അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഗംഭീര കോമഡി ആയിട്ടൊരു വീഡിയോ. അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി റിലീസാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ് ഇത്. ഇനി റിലീസാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ് ഇത്. ഇന്ത്യയിൽ തന്നെ ഇതൊരൊറ്റ പീസേ ഉള്ളൂ. ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറാമാന്റെ ആവശ്യമില്ല, ഫുള്ളി റോബോട്ടിക്സിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഇത് ബോട്ട് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ആണ്. എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജാണ്. അയാളെ ക്യാമറമാൻ അല്ല, ഒരു അഭിനേതാവാണ്, ഒരു സംവിധായകനാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ഇതിന്റെ ക്യാമറമാൻ സുജിത് വാസുദേവ് എന്നൊരാളാണ്. അതുകൊണ്ട് നീ ആലോചിച്ചൊക്കെ കാര്യങ്ങൾ പറയണം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതുകൊണ്ട് നീ ആലോചിച്ചൊക്കെ കാര്യങ്ങൾ പറയണം. പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹം നല്ല നടനാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇനി നിന്റെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ മോക്കോ ബോട്ട് എന്ന എക്യുപ്മെന്റ് ആണ് എമ്പുരാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കള്ളുഷാപ്പിലെ വീഡിയോ പറയുന്ന പോലല്ല. കിട്ടിയല്ലോ, അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. അത് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.